വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഹെയർ കെയർ ഹാക്സ് ആണ് കാണാൻ പോകുന്നത്. അതായത് നമുക്ക് ഓവർനൈറ്റ് നമ്മൾ ഈ ഹാക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണയും ഹെയർ പാക്കിന് കൂടാതെ നമ്മുടെ മുടി അത് വേണ്ടാന്നല്ല എങ്കിലും നമുക്ക് ഈ ഓവർനൈറ്റ് ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് നല്ല ഹെൽത്തി, അതുപോലെ തന്നെ തിക്കായിട്ടും അതേപോലെ നല്ല ഷൈനി ഗ്ലോസിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഹാക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 10ഓളം ഹാക്ക് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇതുപോലത്തെ ഹാക്സ് വീഡിയോസ് ചെയ്തപ്പോൾ ഭയങ്കര താല്പര്യമായിരുന്നു. അതുപോലുള്ള വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അങ്ങനത്തെ വീഡിയോസ് കുറച്ച് ചെയ്യാമെന്ന്. നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ടാവുമല്ലോ വീഡിയോസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രി നമ്മുടെ മുടീനെ എങ്ങനെയാണ് കെയർ ചെയ്യാമെന്നും അതുപോലെ തന്നെ ആദ്യത്തെ ഹാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് ജട കളയാന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലർക്കും പലപ്പോഴും ടൈം കിട്ടാറില്ല. പക്ഷെ നമ്മൾ കുറച്ച് സമയം നമ്മുടെ മുടിയിലത്തെ ജട കളഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം മുടി ജട ഇരിക്കും തോറും മുടിയിൽ കൂടുതൽ കെട്ടുകൾ വരാനും പിന്നെ ആ കെട്ടിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുകൾ ഇരിക്കാനും നമ്മൾ അറിയില്ല. നമ്മൾ ജട ഇരുന്ന് തന്നെ നമ്മൾ വെറുതെ എണ്ണ തേച്ച് അങ്ങനെ തന്നെ മുകളിൽ, അതായത് മുടിയുടെ പുറമെ എണ്ണ തേച്ച് അങ്ങനെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജട നമുക്ക് മാറില്ല. ജട അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചിലർ ഈ ഷാമ്പൂവും അതേപോലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എണ്ണ കഴുകിക്കളയാൻ ഉപയോഗിക്കുക, പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ജടയുടെ ഉള്ളിലിരിക്കും. നമ്മൾ എത്രത്തോളം വാഷ് ചെയ്തു എന്ന് പറഞ്ഞാലും ജട കെട്ടിയിട്ട് അവിടെ ഒരു കട്ട മാതിരി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സോപ്പും ഷാമ്പൂസ് അല്ലെങ്കിൽ എന്താ പറയുക, ചിലർ സോപ്പായിരിക്കും ഉപയോഗിക്കുക, ചിലർ ഷാമ്പൂ ആയിരിക്കും, ചിലർ എന്തെങ്കിലും താളി പൗഡർ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നീട് അത് നമ്മുടെ മുടിക്ക് ഭയങ്കര ഡാമേജസ്, അതായത് മുടിക്കായ, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, ഹെയർ ലോസ്, ഇങ്ങനത്തെ പല ഇഷ്യൂസ് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുടി നന്നായിട്ട് ജട കളയാന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ പല്ല് ഇങ്ങനെ അകന്നിട്ടുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മുടി ജട കളഞ്ഞ് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ സിറമാണ്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് നല്ലൊരു ഹെയർ സിറം ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓയിലി മുടിയാണ്, ഓയിലി ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കോലൻ മുടിയാണ് എൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എണ്ണ, അതായത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സിറങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ കുറച്ച് ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ള എന്താ പറയുക സിറംസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു നാച്ചുറൽ എന്താ പറയുക ചുരുണ്ടതുമല്ല നീളനുള്ള ഒരു നോർമൽ ഹെയർ ആണെങ്കിൽ ഒരു ടോണിക് ഹെയർ സിറംസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നമുക്ക് തന്നെ അറിയാമല്ലോ. ചിലരുടെ ചുരുണ്ടതായിരിക്കും, ചിലരുടെ രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളവർക്ക് നമുക്കിപ്പോൾ സാധാരണ ഏത് സിറം വേണമെങ്കിലും നമുക്ക് സ്യൂട്ടാവും. സിറം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അധികം ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കപ്പോൾ ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കാനായിട്ട് പക്ക നാച്ചുറലായിട്ടാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. ചെമ്പരത്തി ഇല. അപ്പോൾ ഇത് നമുക്ക് നല്ല ഗ്ലോസി ആയിട്ടും ഷൈനി ആയിട്ടും മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ, അതുപോലെ തന്നെ മുടി തിക്കർ, അതുപോലെ തന്നെ മുടി ഡാമേജസ് ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. ഒരു 6 അല്ലെങ്കിൽ ഒരു 4 ചെമ്പരത്തിയുടെ ഇല ഇതുപോലെ കുനുകുനാന്ന് നമ്മളിങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ വെള്ളം എടുക്കണേ, കാരണം റോസ് വാട്ടർ നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ എത്രത്തോളം അത് നല്ലതാണ്, ഹെയറിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ചിലതിൽ പരബനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം എടുക്കണേ, സാധാ നമ്മുടെ പച്ചവെള്ളം, അതൊരു 6 സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പോൾ റോസ് വാട്ടർ കയ്യിലുള്ളത് ഹെയറിനും സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റണതാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനാണ് ഈ ഒരു ചെമ്പരത്തിയുടെ ഇല. അപ്പോൾ ഭയങ്കര നല്ലതാട്ടോ. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പൈസ ചിലവൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് എടുക്കുമ്പോൾ ഞാനും എടുക്കുന്ന നമ്മുടെ തന്നെ നിലാസ് ഹെർബ്സിന്റെ അലോവേര ജെല്ലാണ്. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനും ഹെയറിനും കൂടി ഉപയോഗിക്കാൻ പറ്റണത് ഉപയോഗിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റണതാകുമ്പോൾ മറ്റെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹെയറിനും കൂടെ ഉപയോഗിക്കാൻ പറ്റണത് എടുക്കണം. അപ്പോൾ നമ്മുടെ അലോവേര ആണെങ്കിൽ നമുക്ക് സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന്, ഇപ്പം നമുക്ക് വെള്ളം കുറവാണ്, പക്ഷെ നമുക്കിതൊരു ജെൽ അതുപോലെ തന്നെ സിറം കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിലിങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സിറം കൺസിസ്റ്റൻസി ആവണമെങ്കിൽ ഏകദേശം ഒരു 3 സ്പൂണെങ്കിലും വെള്ളം കുറച്ചും കൂടി വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 9 സ്പൂണെങ്കിലും വെള്ളം വേണം. എന്നിട്ട് നമ്മൾ ഇത് ഏകദേശം 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക.
ഒഴിക്കാട്ടോ ഈ ഒരു സംഭവത്തിൽ, അലോവേരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല റോസ് വാട്ടർ ആണെങ്കിൽ, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അതെടുക്കാം. നമ്മുടെ വീട്ടിലത്തെ റോസാപ്പൂവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ അതൊന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കണം. നമ്മളിങ്ങനെ ചെരിച്ചിട്ട് സ്പൂൺ കൊണ്ട് നോക്കുമ്പോഴേ അതുപോലെ നമുക്ക് വെള്ളം വരണം. ഇത് വലിച്ചെടുക്കും, ഈ ഇലകൾ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അതാണ്. അപ്പോൾ 9 പിന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു 10 സ്പൂൺ വെള്ളം അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിങ്ങനെ നോക്കി നോക്കി വേണം ഒഴിക്കാനായിട്ട്. കറക്റ്റായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ എടുക്കുന്ന ഇലയുടെ ആ ഒരു വലിപ്പവും ഒക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം 2 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ നേരത്തെ ഇങ്ങനെ അമർത്തി വരുമ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ലേ, ഇപ്പൊ തീരെ വരുന്നില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഇല നന്നായിട്ട് ഈ സിറത്തിൽ മുങ്ങി ആ സിറത്തിന്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ചെറിയ ഒരു ഗ്രീനിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിന് മുകളിൽ തുണി വെച്ച് തന്നെ അരിച്ചെടുക്കുക. കാരണം നല്ല രീതിക്ക് അതിൻ്റെ എല്ലാ സത്തുകളും നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അരിപ്പ ഉപയോഗിക്കാതെ കോട്ടൺ ആയിട്ടുള്ള തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പോണത്. നല്ല സിറ കേട്ടോ, മുടിക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാലോ ചെമ്പരത്തിയുടെ ഇലയുടെയും പൂവിൻ്റെ ഒക്കെ ഗുണം. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ല് അങ്ങനെയൊക്കെ വരുന്ന മാതിരി ഇതൊരു ഭയങ്കര എന്താ പറയുക ഗ്രീസി ടെക്സ്ചറായിട്ടാണ് വരിക അങ്ങനെ പിഴിഞ്ഞു കിട്ടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളറായിരിക്കും. അപ്പം ഇത് നമുക്ക് 2 ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിത് കേടാവും, കാരണം ഇതിൽ ആ ഇലയുടെ ആ ഒരു സത്ത് മുഴുവൻ ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ 2 ദിവസത്തേക്കുള്ള ഉണ്ടാക്കേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് അലോവേര എടുക്കുകയാണെങ്കിൽ 2 ദിവസം ഒരിക്കില്ല, ഒരു അന്നാന്നേക്കുള്ള ഉണ്ടാക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിങ്ങനെ വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കേടാവും, 2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഇതിൽ നമുക്ക് ഏതെങ്കിലും വിറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഒരു 2 ഡ്രോപ്സ് ആൽമണ്ട് ഓയിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കുറച്ചും കൂടി ഒരു എന്താ പറയുക നമുക്ക് മുടിയൊക്കെ മാനേജബിൾ ആയിട്ട് ഇരിക്കാനായിട്ടും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു സിറം മാതിരി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഡ്രോപ്പ് ആയിട്ടുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ഫില്ലർ ആയിട്ടുള്ള നമുക്ക് എങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബൗള് മാതിരിയുള്ള ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ക്രീമൊക്കെ കിട്ടുന്ന മാതിരി നമുക്ക് കൈ കൊണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഓയിലി ഹെയർ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എണ്ണയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർ കണ്ടില്ലേ. അപ്പം 2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഈ ഇലയുടെ എല്ലാ സത്തും ഇതിലുണ്ട്, ചെമ്പരത്തിയുടെ ഇലയുടെ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറും പിന്നെ അതുപോലെ നല്ല തിക്കായിരിക്കും. ഇത് ഡെയിലി നമ്മൾ വൈകിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മുടെ മുടിയിൽ. അപ്പോൾ ഭയങ്കര നല്ലതാട്ടോ, മുടി നന്നായിട്ട് ഇപ്പോൾ കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല. പിറ്റേ ദിവസം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മൾ അലോവേര മിക്സ് ചെയ്ത് നമ്മൾ മുഖത്തേക്ക് ഇടുമ്പോൾ ഉണങ്ങി പോവില്ല, അതുപോലെ തന്നെ വാനിഷായി പോവും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സിറം നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിരിക്കും, വല്ലാതെ വെള്ളം മാതിരി ആക്കരുത്. വെള്ളം അധികം കൂടാനും പാടില്ല, കാരണം നമ്മുടെ മുടിയിൽ വെള്ളം അങ്ങനെ ഡെയിലി ആകുമ്പോൾ ഉണങ്ങിയില്ലെങ്കിൽ മുടിയിൽ വേറെ എന്താ പറയുക മുടിക്കായൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി നന്നായിട്ട് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് വരും കേട്ടോ, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ. പിന്നത്തെ ഹാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നമ്മൾ താഴേക്ക് ഇങ്ങനെ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് മുടി നന്നായിട്ടൊന്ന് ഇട്ടിട്ട്, അതായത് കുനിഞ്ഞിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മുടി ലെങ്ത് വയ്ക്കാനും മുടിയുടെ ആ ഒരു എന്താ പറയുക തിക്കായിട്ട് കൊണ്ടുവരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മസാജിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുക എപ്പോഴും. മുടിക്ക് നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും മുടിയൊക്കെ ആയിരിക്കാനായിട്ട് നമ്മുടെ ഈ വിരലുകൾ തന്നെയാണ് ഏറ്റവും വലിയൊരു മരുന്ന് മുടിയുടെ. നമ്മളിങ്ങനെ ഈ വിരലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് കൊടുത്താൽ ഭയങ്കര നല്ലതാണ്. നമുക്ക് ഭയങ്കര ഒരു റിലീഫും ആണ്. നമുക്കൊരു എന്താ പറയുക സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ആരെങ്കിലും ആക്കി തന്നെ ഭയങ്കര രസമല്ലേ, ഭയങ്കര ഒരു സുഖം കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം ഭയങ്കര നല്ലതാണ് നമ്മുടെ മനസ്സിനാണെങ്കിലും ഹെയറിന് ഭയങ്കര നല്ലത്. രക്തോട്ടൊക്കെ ഉണ്ടായിട്ട് മുടി നന്നായിട്ട് നമുക്ക് വളരാനും ഒക്കെ ഹെൽത്തി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റി കയറുന്നതിനുള്ള ഒരു സൂത്രമാണ് കേട്ടോ, വേറൊന്നുമല്ല. നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ബാർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹെയർ ഗ്രോത്ത് ബാർ, അതായത് നമ്മുടെ മുടിയുടെ നെറ്റി കയറുന്ന
ഇടുന്നവർക്കും ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനിപ്പോൾ ഡെയിലി നമ്മുടെ ഹെയറിൽ ഇടുമ്പോൾ ഒപ്പം തല വാഷ് ചെയ്യുക, അതായത് പിറ്റേ ദിവസം ഞാൻ തല എണ്ണ തേച്ചോ അല്ലെങ്കിൽ പാക്കിട്ടോ കുളിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു മിക്കവാറും നമ്മൾ ഒന്നിടവിട്ട് ചെയ്യുമല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അങ്ങനെ കുളിക്കും എന്നുള്ള ഉറപ്പുള്ള ദിവസങ്ങളുടെ തലേദിവസം ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്രീം, അതായത് ഈ ഒരു ബാറ് നമ്മൾ ഇങ്ങനെ നമ്മുടെ മുടിയുടെ എവിടെയാണോ നമുക്ക് നെറ്റി കയറുന്നത് അല്ലെങ്കിൽ അങ്ങനെ മുടി കുറവുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. കാരണം ഇതിൽ ആവണക്കെണ്ണ ഉണ്ട്, ആൽമണ്ട് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ ബി വാക്സ് ആണ്. ഇങ്ങനെ മൂന്നും കൂട്ടി നമ്മളൊരു ബാർ പോലെ റെഡി ആക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു കൊല്ലത്തോളൊക്കെ നമുക്ക് ഇത് കേടാവാണ്ടിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് കമന്റിൽ ഞാൻ വെക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി എപ്പോഴും എന്താ പറയുക, എൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്ത് അധികം മുടി കുറവാണ്, നെറ്റി ഇങ്ങനെ കുറച്ചധികം ഉണ്ട്, നെറ്റി കണ്ടില്ലേ. അപ്പോൾ ഇത് പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെരിച്ചാണ് വാച്ചിൽ എടുക്കാറ്, അതായത് ചെരിച്ചാണ് നമ്മുടെ ആ ഒരു സൈഡ് വാച്ചിൽ എടുക്കാറ്. കാരണം ആ ഒരു മുടി അങ്ങനെ ഒരു സ്റ്റൈലായി, നെറ്റി അങ്ങനത്തെ ഒരു സ്റ്റൈലായി, നെറ്റി വലിയ നെറ്റിയാണ്, മുടി നെറ്റിയുടെ അവിടെ കുറവാണ്. ഇവിടെ നിന്നാണ് മുടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ നെറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചീകി വെച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് ബാക്കിലേക്ക് പോകാനായിട്ട് പ്രായമാവും തോറും എല്ലാവർക്കും തന്നെ തന്നെയാണ് ബാക്കിലേക്ക് മുടി കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ടാവും. സോ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ വാരി കെട്ടാതെ പരമാവധി, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കെട്ടാമെങ്കിലും ഓർമ്മയുള്ളപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനും എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി മസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ സെൻറ്ററിലേക്ക് വാച്ചിലെടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് മുടി വളർന്ന് ഇങ്ങനെ കെട്ടി വയ്ക്കുക ചെയ്യുക. കെട്ടുമ്പോൾ തന്നെ ഞാൻ അഴിച്ചിട്ട് മുടി ഇടാറില്ല, എനിക്ക് ഭയങ്കര ഇതാണ്. എന്നാൽ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടി വയ്ക്കില്ല, ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ കെട്ടി വയ്ക്കാറില്ല, ഭയങ്കര ടൈറ്റായിട്ട് ജസ്റ്റ് പതുക്കനെ ഭയങ്കര ലൂസായിട്ട് നമ്മൾ മെടഞ്ഞിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റബ്ബർ ബാൻഡ്, പിന്നെ ഭയങ്കരമായിട്ടുള്ള ഹെവി എന്തെങ്കിലും വർക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാർഷായിട്ടുള്ള ബാൻഡുകൾ ഉപയോഗിക്കാതെ സിലിക്ക്, അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക സാറ്റിൻ്റെ ഒക്കെ ഒരു ബണ്ണ് ഉപയോഗിക്കുക, ബാൻഡ് ഉപയോഗിക്കുക. കാരണം ഈ ബാൻഡ് നമ്മുടെ മുടിക്ക് നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ട് അഴിഞ്ഞു കിട്ടും, മുടി കട്ട പിടിക്കില്ല. പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാൻ, കഴുകി ഉപയോഗിക്കാം, ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം ഞാനിതൊരു 10 ഒരു പാക്കറ്റായിട്ട് മേടിക്കാറ്. അപ്പോൾ അതിങ്ങനെ കുറേ നാൾ ഉപയോഗിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനൊരു അത് കേടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ത്രെഡില്ല, അതിങ്ങനെ പോരും. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഈ ഒരു ക്ലോത്ത് കേടാവുക ചെയ്യുക. എങ്കിലും ഇത് നമുക്ക് വർത്താണ്, കുറേ നാൾ നിൽക്കും. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മുതിർന്നവരാണെങ്കിലും കെട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാൻഡ് ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മറ്റുള്ള ബാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുടി കെട്ട് പിണഞ്ഞിട്ട് നമ്മളിങ്ങനെ ഊരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ മുടി കൊണ്ട് പോരും. അപ്പം ഇങ്ങനത്തെ ബാൻഡ് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ തലോൺ എടുത്തിട്ട് വന്നതാണ്. ഇതാണ് ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇല്ലേ. ഇതിപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക സിൽക്ക് സാറ്റിൻ്റെ ഈ ഒരു തലയണ കവറില്ലേ, പില്ലോ കവർ, ഇത് വാങ്ങിച്ചപ്പോൾ എൻ്റെ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. ഒന്ന്, എൻ്റെ മുഖക്കുരു നന്നായിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാറ്റിൻ്റെ ഈ ഒരു പില്ലോ കവർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖക്കുരു, അതായത് മുഖത്തെ ആ ഒരു എന്താ പറയുക മുഖത്ത് ഭയങ്കര നമ്മളിങ്ങനെ മുഖം വെച്ച് ഉറങ്ങുമ്പോഴൊക്കെ ആ ഒരു ഹാഷ്, അതുപോലെ തന്നെ ഭയങ്കര നല്ലതാണ് ഇങ്ങനത്തെ സംഭവം വെച്ചിട്ട് ഉറങ്ങുമ്പോൾ. എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മാറി. എനിക്ക് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അത് എന്താ വെച്ചാൽ ഇതിന് റേറ്റും കൂടുതലാണ്. ഒരെണ്ണത്തിന് 300 ചില്ലറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് കുറച്ച് മാസമായി ഞാൻ മേടിച്ചിട്ട്. ഇത് വാങ്ങിയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഓൺലൈനിൽ മേടിച്ചപ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മാറി ഉപയോഗിക്കും. മറ്റുള്ള തലോണ കവർ ചെയ്യുന്നത്, അതായത് പില്ലോ കവർ ചെയ്യുന്നതൊക്കെ ഭയങ്കര റിലീഫായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ആ ഒരു മുഖക്കുരുവിനും ഒപ്പം തന്നെ നമ്മുടെ മുടി നന്നായിട്ട്, മുടിക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആ ഒരു പില്ലോ കവർ കിട്ടുമ്പോഴാണ് മുടി നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പോവാതെയും നല്ല സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഒരു പില്ലോ കവർ കേട്ടോ. ഇങ്ങനത്തെ അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, എപ്പോഴെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് മാത്രം വെച്ചാലും മതി. നന്നായി കുരുവൊക്കെ ഉണ്ടെങ്കിലേ. ഞാനിപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് നല്ല വെർത്തായിട്ട് തോന്നി, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുരു നന്നായിട്ട് കുറയുകയും ചെയ്തു. മുടിക്ക് നല്ലതാട്ടോ. മുടിക്ക് ഇപ്പം എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിമ്പിളിനൊക്കെ നല്ല ചേഞ്ച് ആയിരുന്നു വന്നിരുന്നത്. കാരണം ആ ഒരു കുരുവിനൊക്കെ നല്ല വ്യത്യാസം വന്നു. ടോട്ടൽ നമ്മൾ കുറേ കെയർ ചെയ്തുകൊണ്ടായിരിക്കും, പക്ഷെ ഇത് അതിലൊരു ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടവലാണ്. ഭയങ്കരമായിട്ട് നന്നായിട്ട് വെള്ളം പോകുന്ന, കാരണം വെള്ളം പോകാവുന്ന ടവൽ എന്ന് പറയുമ്പോൾ ചില തോർത്തുകൾ വെള്ളം പോവില്ല, തോർത്ത് പോലത്തേക്ക് ആകുമ്പോഴേ വെള്ളം അങ്ങനെ പെട്ടെന്ന് പോവാതെ ഭയങ്കര പാടായിട്ടുള്ള, നമ്മൾ പിന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കണം. അപ്പം അങ്ങനെ ഉരയ്ക്കുന്ന മുടിക്ക് കേടാ. നമ്മൾ എന്താ പറയുക നനഞ്ഞിരിക്കുന്ന മുടിയല്ല, അതിൽ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ മുടി വീണ്ടും ഡാമേജ് ആവും. സോ ഇതുപോലത്തെ ഇത് ഭയങ്കരമായിട്ട് വെള്ളം പിടിക്കും. ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വെള്ളവും നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്നുള്ളതാണ്. വെറുതെ ഇപ്പോൾ മോളും ഞാനൊക്കെ ഇമാതിരിയുള്ള ടവലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് തരാം. ഇതിപ്പോൾ സ്പോൺസേർഡ് വീഡിയോ ആയിട്ടല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഭയങ്കര നല്ലതായിട്ട് ഈ ടവല്. നമ്മൾ ജസ്റ്റ് നമ്മൾ നിറയത്തൊന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് ഒപ്പിക്കളഞ്ഞിട്ട് വെറുതെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ടെ, ടവൽ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ എല്ലാ വെള്ളം മുടിയിൽ ഇങ്ങോട്ട് പോരും. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നില്ല, നിങ്ങൾ അങ്ങനെ ഒരു ടവൽ ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെ 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 ആക്കരുത്. പലരും ചെയ്യണതാണ് അങ്ങനെ ആക്കണത്. അപ്പോൾ അങ്ങനെ ആക്കാതെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് മുടി ഉണക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റിങ്, അതുപോലെ തന്നെ അങ്ങനത്തെ സ്ട്രൈറ്റനിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ടൂൾസ്. അത് പരമാവധി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയില്ല, അതായത് കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾ അറിയില്ല ഇതിൻ്റെ ഡാമേജസ്. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മുടി ഭയങ്കരമായിട്ട് പരുക്കനാവും, അതേപോലെ മുടി പൊട്ടിപ്പോവും, അങ്ങനെ മുടിക്ക് ഭയങ്കരമായിട്ട് ഡാമേജസ്. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ്, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു ഹാക്ക് തന്നെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുടി ഭാവിയിൽ പെട്ടെന്ന് തന്നെ നരയ്ക്കാനും, അതേപോലെ മുടിക്ക് പെട്ടെന്ന് തന്നെ ഡാമേജസ്, മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയി തീരെ ഇല്ലാണ്ടാവും. നമുക്കൊരു ഏജ് ആകുമ്പോഴേക്കും തീരെ മുടി ഇല്ലാണ്ടാവും എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക. തീരെ പറ്റാത്തവർക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക. ചില സമയങ്ങളിൽ നമുക്ക് സാധാരണ ഉണക്കാം എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണക്കാം മുടി. ചിലർ അതും പോലും നോക്കാണ്ട് ഓടിപ്പോയിട്ട് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഉണക്കും. അപ്പോൾ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഹെയർ ഡ്രയർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആ മുടി വെട്ടിയ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ മുടി കട്ട് ചെയ്തില്ല സമയത്തൊക്കെ അത് അവിടെ തന്നെ ഒക്കെ ഒരു ഉരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനതൊന്നും എടുക്കാറില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കേളി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മുടി ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ നീളം മുടിയല്ല, അപ്പം ചുരുണ്ട എങ്ങനെ ഇരിക്കുന്നു അറിയാം. പക്ഷേ എനിക്ക് പേടിയാകാൻ അവിടെ ഇട്ടു, ഞാൻ ചെയ്തില്ല. കാരണം ഉള്ള മുടിയുമ്പോൾ നമ്മൾ പണി പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി നന്നായിട്ട് വളരാനും, അതേപോലെ നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് വരാൻ നമ്മൾ ഉള്ളിലേക്ക് ഫുഡുകൾ കുറേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയതാണ് ഫ്ലാക്സ് സീഡ്. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് എത്രയാണ് മേടിച്ചതെന്ന് നോക്കട്ടെ റേറ്റ്. ഇതിന് വന്നിട്ട് ഇത് വന്നിട്ട് 900, അതായത് ഒരു kg അടുത്തേക്കുണ്ട് കേട്ടോ. 1 kg അടുത്തേക്കുണ്ട്. ഇതിന് വന്നിട്ട് 1 kg 349 രൂപ കേട്ടോ, 1 കിലോന്. നമുക്ക് കുറേ നാളേക്ക് ഇരിക്കും. ഇത് വന്നിട്ട് ഫ്ലാക്സ് സീഡാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഫേസ് കെയറിനും സ്കിൻ കെയറിനും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും കൂടി ഉപയോഗിക്കാം. അതെ, ഫ്ലാക്സ് സീഡ്. ഇത് വന്നിട്ട് ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്ലാക്സ് സീഡ്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. ഷുഗറൊന്നും ഇല്ല കേട്ടോ, 0 ആണ്. റിച്ച് ഫൈബർ, ട്രാൻസ് ഫാറ്റ്, പ്രിസർവേറ്റീവ് ഫ്രീ, അതുപോലെ തന്നെ നോ ആഡഡ് കളർ, നോ ആഡഡ് ഫ്ലേവർ. അപ്പോൾ ഇതിൻ്റെ സ്പോൺസേർഡ് അല്ല കേട്ടോ, ഞാനത് കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് തോന്നിയൊരു ബ്രാൻഡ് നമ്മൾ നോക്കി മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ വഴിയാണ് മേടിക്കണം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കും. ഇത് മാത്രമല്ല, മറ്റുള്ള പംകിൻ സീഡ്, അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡ്, അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാം മേടിക്കണമെന്ന് പറ്റില്ല, അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ഫ്ലാക്സ് സീഡ്. നമുക്ക് ജെല്ല് മാതിരി ഉപയോഗിക്കാം, ഹെയർ പാക്കായിട്ട്. ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ ഇത് കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുക, എന്നും കഴിക്കാം കേട്ടോ. അപ്പം മുടിയും സ്കിന്നൊക്കെ ഭയങ്കര വ്യത്യാസം. എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത 2 കാര്യങ്ങളാണ് അത് രണ്ടും കേട്ടോ. പണ്ടേ മുതൽ, അതായത് ഒരു സ്കിന്നിനും ഹെയറിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ച സമയം തുടങ്ങി കൂടെ കൊണ്ടുപോകുന്ന ശീലമാണ് അത്. ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ ഏതെങ്കിലും പറ്റിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താം, ആ ഒരു സാലഡ് ആക്കിയിട്ട്. ഓക്കെ, അതിലിപ്പോൾ കുരുമുളകോ ഉപ്പൊന്നും ചേർക്കില്ല, വെറുതെ അങ്ങനെ കഴിക്കും. ഭക്ഷണം ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കും, അത്രേ ഉള്ളൂ. ചോറ് അല്ലെങ്കിൽ മിക്കവാറും ചോറല്ല കഴിക്കുക, മറ്റെന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കുക. ഓക്കെ, നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഈ ഓവർനൈറ്റ് ഹാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിപ്പോൾ ഓവർനൈറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇത് നേരത്തെ കഴിക്കാം. ഞാൻ ചിലപ്പോൾ 4 മണിക്കായിരിക്കും കഴിക്കുക, ചിലപ്പോൾ ഒരു 10 മണി 11 മണിയുടെ ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമില്ലേ, നമുക്ക് ഒരു 10-11 മണിക്ക് മുമ്പ് വിശക്കില്ല, ആ സമയത്ത് എടുത്ത് കഴിക്കും. വല്ല ഗ്രീൻ ടീ അങ്ങനെ കുടിക്കുമ്പോൾ അതിനൊപ്പം കഴിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുൾ ടിപ്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുക. ഇതിപ്പോൾ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും മാറ്റം വരുത്തുന്നതല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊന്ന്
റുട്ടീനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സമയമൊന്നും വേണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ച പെടപെടേന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് എന്താ പറയുക, ദൈവം തന്ന തന്നെയല്ല. അപ്പോൾ ഇത് നമ്മൾ ബാക്കി എല്ലാ അവയവങ്ങളും നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് നോക്കിയാൽ എന്താ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.